നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മധ്യപൂർവ്വ ദേശത്തെ നയതന്ത്ര മേഖലയിൽ ശക്തമായ ഒരു ചുവട് വെച്ചിരിക്കുകയാണ് സൗദി അറേബ്യയും ഇറാനും. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇറാൻ സൗദി അറേബ്യയിൽ നയതന്ത്ര കാര്യാലയം തുറക്കുമ്പോൾ പുതിയ ലോകക്രമത്തിൽ നിർണായക സ്ഥാനം ഉറപ്പിക്കുക കൂടിയാണ് സൗദി അറേബ്യ. 2016 ഇറാനും സൗദിയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാവുകയും നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇറാഖും ഒമാനുമെല്ലാം ഏറെ നാളായ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ചൈനയുടെ കടന്നുവരവോടെയാണ് ചർച്ചകൾ ഫലപ്രാപ്തിയിലേക്ക് എത്തിത്തുടങ്ങിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം വഷളായതോടെ മിഡിൽ ഈസ്റ്റ് സംഘർഷഭരിതമാവുകയായിരുന്നു. തങ്ങളുടെ എണ്ണ വിതരണ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് സൗദി ആരോപിച്ചിരുന്നു. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ സൗദിക്ക് നേരെ പലതവണ മിസൈൽ ആക്രമണം ഉൾപ്പെടെ നടത്തിയിരുന്നു. ഹൂതികൾക്ക് നേരെ സൗദി അറേബ്യയും സഖ്യശക്തികളും ആക്രമണവും ശക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊള്ളുമ്പോൾ ഇറാനെതിരായുള്ള ഉപരോധം, യമൻ യുദ്ധം തുടങ്ങി വിവിധ വിഷയങ്ങളെ ഇത് ഗുണപരമായി ഫലിച്ചേക്കും എന്നാണ് വിലയിരുത്തൽ. ചൈനയുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയും ഇറാനും വീണ്ടും കൈകോർക്കുമ്പോൾ പുതിയ ലോകക്രമത്തിന്റെ നാന്ദി കുറിക്കൽ കൂടിയാണ് അത്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൗദി ഇറാൻ നയതന്ത്ര ബന്ധം ചൈനയുടെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ മാർച്ച് 6 ബെയ്ജിംഗിൽ ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പുനഃസ്ഥാപിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇറാൻ സൗദി അറേബ്യയിൽ വീണ്ടും എംബസി തുറന്നത്. വ്യാഴാഴ്ച ജിദ്ദയിൽ കോൺസുലേറ്റും പ്രവർത്തനം ആരംഭിച്ചു. ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ പ്രകാരം ഹജ്ജ് തീർത്ഥാടനം ഏകോപിപ്പിക്കാൻ ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ സൗദിയിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എത്തിയിരുന്നു. 4 ദിവസമായി ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിലാണ് 2 പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ തമ്മിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടന്നത്. പരസ്പരം പരമാധികാരത്തെ മാനിക്കാമെന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. നയതന്ത്ര വിദഗ്ധരും നേരത്തെ കുവൈത്തിൽ ഇറാൻ അംബാസിഡറുമായിരുന്ന അലിറേസ ഇറായത്തിയെയാണ് സൗദിയിലെ പുതിയ ഇറാൻ അംബാസിഡറായി നിയമിച്ചിട്ടുള്ളത്. ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും പൂർവ്വകാല കരാറുകൾ നടപ്പിലാക്കുന്നതിനുമുള്ള ചർച്ചകൾ ഇരു രാഷ്ട്രങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ ഇതിനകം നടത്തിക്കഴിഞ്ഞു. ചൈനയുടെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചകളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മഞ്ഞ് ഒരുക്കിയത്. 2016 ഇറാനും സൗദിയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാവുകയും നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇറാഖും ഒമാനുമെല്ലാം ഏറെ നാളായ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട് എങ്കിലും ചൈനയുടെ കടന്നുവരവോടെയാണ് ചർച്ചകൾ ഫലപ്രാപ്തിയിലേക്ക് എത്തിത്തുടങ്ങിയത്. സൗദി അമേരിക്കൻ ചേരിയിൽ നിന്ന് അകന്നുമാറി ചൈനയോട് കൂടുതൽ അടുക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമായും പുതിയ നീക്കങ്ങളെ ലോകം വീക്ഷിക്കുന്നുണ്ട്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ദുർബലമാകുന്ന പുതിയ ലോകക്രമത്തിൽ ചൈനയ്ക്കൊപ്പം മധ്യപൂർവ്വ ദേശത്തെ നിർണായക ശക്തിയായി സൗദി അറേബ്യ മാറുന്നു എന്നതിൻ്റെ സൂചനകളും സമീപകാല നയതന്ത്ര നീക്കങ്ങളിൽ ഉണ്ട്. ഇറാൻ വിഷയത്തിൽ UAE പോലുള്ള സഹോദര രാജ്യങ്ങളെ ഒപ്പം നിർത്താനും സൗദിക്ക് സാധിച്ചിട്ടുണ്ട്. സൗദിയും ഇറാനും കൈകൊടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ മധ്യപൂർവ്വ ദേശത്ത് ഒന്നാകെ ഉണ്ടാകും. ആഭ്യന്തര യുദ്ധങ്ങളിൽ വലയുന്ന യമനും സിറിയയുമാണ് ഇതിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ. ഇരു രാജ്യങ്ങളിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ സൗദിയുടെയും ഇറാന്റെയും ഇടപെടലുകൾ ഏറെ നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.